ട്രാവൽഗുനിയുടെ പുതിയൊരു കാഴ്ച ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ഒരു കഥ പറയാനാണ് വന്നത്. കഥ എന്ന് പറയുമ്പോൾ ഒരു കെട്ടുകഥയല്ല, ശരിക്കും ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. ചരിത്രത്തിൽ കർണാടകയിൽ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടിപ്പു സുൽത്താനിലേക്ക് എത്തുന്ന ഒരു കഥയാണ്. ടിപ്പു സുൽത്താൻ്റെ ആ കഥ നടന്ന ആ ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ടിപ്പുവിൻ്റെ ഒരു ഡ്രോപ്പ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ടിപ്പു ഡ്രോപ്പ് എന്നറിയപ്പെടാൻ കാരണം ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ, പടയാളികളെ, അതായത് യുദ്ധത്തിലൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന പടയാളികളെയൊക്കെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന്, ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാണ് കൊല്ലാറ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കാൻ ഒരു കാരണം, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ പീക്കിലേക്ക് കയറി വരുന്നുണ്ട്. ഈ പീക്ക് ഒരു സൂയിസൈഡ് പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ഈ പൊസിഷൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ മാത്രമല്ല, ചില ആൾക്കാർ അറിയാതെ അബദ്ധത്തിലും ഇവിടുന്ന് മരിച്ച് താഴേക്ക് ടിപ്പൂസ് ഡ്രോപ്പിൽ നിന്ന് ആൾക്കാർ താഴേക്ക് അബദ്ധത്തിൽ മരിച്ച് പോകുന്നുണ്ട്, വീണ് മരിച്ചു പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കഥകളാണ് കേൾക്കുന്നത്. വളരെ ഉയരമുള്ള കുന്നിൻ ചെരുവുകളാണ് കോട്ട പണിയാനൊക്കെ പണ്ട് കാലം മുതൽ ടിപ്പുവും ഹൈദരാലിയൊക്കെ സെലക്ട് ചെയ്തിരുന്നത്. ആ കൂട്ടത്തിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് താഴേക്കുള്ള നല്ലൊരു ദൂരക്കാഴ്ച കാണാം. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇത്രയും ഉയരത്തിലുള്ള ഒരു ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ നേരെ പാറയിലേക്കാണ് താഴെ പോയി വീഴുക. അവിടെ പിന്നെ അവർ ഒരു തരത്തിലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ആ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൽ നമുക്ക് സംശയിക്കാനൊന്നുമില്ല. ഈ നോക്കുന്ന പാറയുടെ ഒരു ഉയരം തന്നെ നമുക്ക് ശരിക്കും അത്രയും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അത്ര ഉയരത്തിലാണ് ഈ പാറ നിൽക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത പോലുമില്ല. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മരിക്കുന്ന ആൾക്കാരുടെ മൃതദേഹം തിരിച്ച് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് വേണം പോയിട്ട് എടുക്കാൻ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട്. ഇങ്ങോട്ട് എത്തിപ്പെടാൻ പോലും, ഈ താഴേക്ക് എത്തിപ്പെടാൻ പോലും വളരെ പ്രയാസമാണ്. ടിപ്പുവിൻ്റെ കോട്ട ആയിക്കോട്ടെ, ഇതൊരു സമ്മർ പാലസ് ആണ്. അവിടെ ആയാലും അതൊരു ബന്ധപ്പെട്ട് ഒരു ഹൈന്ദവ ക്ഷേത്രം, അതിൻ്റെ സാന്നിധ്യം മിക്കവാറും സ്ഥലങ്ങളുണ്ട്. അത് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. ഇതും ഒരു ക്ഷേത്രമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ താഴേക്ക് നമ്മൾ പടവുകൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ചരിത്രമൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊരു ഈ പാറയുടെ ഉള്ളിൽ തുരന്നുണ്ടാക്കിയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതാണ് അതിൻ്റെ ചിത്രം. നമ്മൾ നോക്കിയാൽ കാണാം. കന്നഡ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. ഇത് സത്യത്തിലൊരു ഗുഹാക്ഷേത്രമാണ്. ഇത് നമ്മൾ നേരത്തെ നിന്ന് കാണുന്ന കല്ലിൻ്റെ ഉള്ളിൽ വലിയ പാറ തുരന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ആ മൂർത്തിയും പൂജാരിയൊക്കെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നത് കാണാം. എന്തായാലും അതിൻ്റെ അകത്ത് ഒരു ഒരുപാട് ഉള്ളിലാണ് കേട്ടോ ആ മൂർത്തി ഉള്ളത്. ഈ പാറ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് എത്രത്തോളം ഉയരത്തിലാണ് ആ പാറ ഉള്ളതെന്ന്. ഇതിൻ്റെ ഉള്ളിൽ തുരന്നിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കാണാം. ഇതൊക്കെ പുതിയതായിട്ട് ഇവിടെ ചേർത്തതാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണുള്ളത്. നമുക്കറിയില്ല കൃത്യമായിട്ട്. എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ്. ആ പാറയുടെ ചുറ്റിലും ഈ ക്ഷേത്രം പണിത് ഉണ്ടാക്കിയത് നമുക്ക് കാണാം. പഴയ കാലഘട്ടത്തിലെ കല്ലുകളും പുതിയ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഇതിലുണ്ട്. ഇതിലിങ്ങനെ താഴേക്കൊരു വഴി പോകുന്നുണ്ട്. താഴേക്ക് ഈ കുന്നിൻ്റെ താഴേക്ക് ഇറങ്ങി പോകാൻ ഉള്ള ഒരു വഴിയായിട്ടാണ് മനസ്സിലാവുന്നത്. അങ്ങോട്ടേക്ക് ഇതാ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് ആ വഴി പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ശരിക്കും കാടാണ് കേട്ടോ. ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്, ഗ്രാമീണമായ സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല ഈ ഭാഗത്തേക്കൊക്കെ. ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും ആരും കാണുന്നില്ല. വഴിയൊക്കെ ഇങ്ങനെ കാട് മൂടി കിടക്കുകയാണ്. നമ്മൾ നേരത്തെ കയറി നിന്ന ആ വലിയ പാറ നമുക്ക് പിറകിൽ കാണാം. അതിൻ്റെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ഭീകരത കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഈ താഴേക്കുള്ള വഴി ഇങ്ങനെ ഈ ഇതിന് താഴെ വരെ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നുണ്ട്. അതിലൊന്ന് പോയി നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും ഒരു ഒറ്റയടിപ്പാതയാണ് കാണുന്നത്. നമ്മൾ പിറകിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അവിടെ വരെയാണ് ആൾക്കാരൊക്കെ വരുന്നത്. ഇങ്ങോട്ടേക്ക് ആരും പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് തന്നെ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട്. അതൊരു കമാനം പോലെ ഇവിടെ നമ്മളെ വഴിയുടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇതിലേക്ക് കുനിഞ്ഞ് താഴെ കൂടെ പോയാൽ
താഴേക്ക് സ്റ്റെപ്സ് കാണുന്നുണ്ട്. ഇത് പണ്ട് കാലത്ത് കാൽനടയായിട്ട് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാതയായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ വാഹന സൗകര്യമൊക്കെയുള്ള ഹെയർ പിൻ കർവോട് കൂടിയിട്ടുള്ള ഒരു വലിയ വഴിയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ആരും അങ്ങനെ വന്ന് കാണുന്നില്ല. ഇവിടെ നോക്കി, വലിയ പാറയുടെ മുകളിൽ ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പഴക്കം ഈ വിഗ്രഹത്തിൻ്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കാരണം വളരെ പഴയ രീതിയിൽ കൊത്തിയെടുത്തിട്ടുള്ള ഗണപതിയാണ്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പെയിൻ്റൊക്കെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വിഗ്രഹവും കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതൊരു പക്ഷേ ജൈന ബുദ്ധ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കാഴ്ച അതിഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും താഴേക്ക് സ്റ്റെപ്പുകൾ ഉള്ളിടത്തോളം ഇറങ്ങി പോകണമെന്നാണ് വിചാരിക്കുന്നത്. കിളികളുടെയൊക്കെ ഒച്ചയും കുരങ്ങന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ശരിക്കും ഒരു കാട്ടിലൂടെ നടക്കുന്ന ഫീലാണ്. പക്ഷേ സേഫായിട്ട് പോകാൻ പറ്റുന്നത് ഇവിടെ സ്റ്റെപ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ്. പുല്ലൊക്കെ നമ്മളുടെ ഈ വഴിയിലേക്ക് കയറി വളർന്നു നിൽക്കുന്നുണ്ട്. അധികം ആരും വരാത്ത വഴി ആയതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ ഇത്രയും ഇങ്ങോട്ട് നിൽക്കുന്നത്. എന്തായാലും പകൽ സമയം ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാണ്. വലിയ കുഴപ്പമില്ല. താഴേക്ക് സൈഡിലുള്ള കാഴ്ച നല്ല ഉയരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഉയരത്തിലാണെന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നോക്കിയേ, ഇത് നല്ല ക്ലിഫാണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ കുത്തനെ പോവും, താഴെ എത്തും. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ആഴത്തിലാണ് താഴെയുള്ളത്. ഇതാണ് താഴേക്കുള്ളൊരു വ്യൂ. താഴെ ഒരു ലേക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ ദൂരെ കാണും. അതിൻ്റെ നടുവ് കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്. ദൂരെ വേറൊരു കുന്ന് കാണുന്നുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ള വഴി തന്നെയാണിത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് വഴി. ഇതിലെങ്ങനെ താഴേക്ക് ഒരുപാട് ഇറങ്ങി പോകാനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ്, താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ മഴയത്ത് ഒലിച്ചു പോയ മാതിരി തോന്നുന്നുണ്ട്. എന്തായാലും നല്ല താഴ്ചയുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാലൊക്കെ ധരിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അത്. ഇത് നാട്ടുകാരുണ്ടാക്കിയല്ല. ഈ കോട്ടയുടെ അല്ലെങ്കിൽ ഈ സമ്മർ പാലസിൻ്റെ ഭാഗമായിട്ട് തന്നെ ടിപ്പു സുൽത്താൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ടിപ്പുവും ഹൈദരാലിയും ഒക്കെ ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കോട്ടയാണ്. ഈ മതിൽ ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും പഴക്കമുണ്ട്. അതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. കുറേയൊക്കെ ഇതൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും വളരെ സേഫായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ആ കാലഘട്ടത്തിൽ. കാരണം യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പടയാളികൾക്കൊക്കെ നടക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വഴിയാവും. അപ്പോൾ അവരുടെ സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി വളരെ വേഗത്തിൽ നടന്നു പോകാൻ പാകത്തിനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ വഴി അന്ന് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും ദൂരം ഇറങ്ങി വന്നത് വെറുതെ ആയില്ല. ഇതേ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഈ കോട്ടയിലേക്കുള്ള ഒരു കവാടമായിരിക്കണം. താഴെ നിന്ന് കയറി വരുന്ന ആൾക്കാരെയൊക്കെ ചെക്ക് ചെയ്യാനും ഇവിടെ ഭടന്മാരൊക്കെ അതെ കൃത്യമായിട്ട് ആൾക്കാർക്ക് നിൽക്കാനുള്ള ഒരു റൂമൊക്കെ കാണാം. പണ്ട് കാവലേ ദുർഗ കോട്ടയിൽ പോയ ഒരു ഓർമ്മയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഇവിടേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു വാച്ച് ടവറുണ്ട്. നമ്മൾ വന്ന വഴി ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. എൻ്റെ പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഈ വഴി താഴേക്ക് ഇറങ്ങി പോകുന്നത് കാണാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ എത്തും. അന്നത്തെ കാലത്ത് കരിങ്കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഈ കാലപ്പഴക്കം കൊണ്ടുള്ള ചെറിയ ചെറിയ ശോചനീയാവസ്ഥകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് കോട്ടയുടെ ഒരു സംരക്ഷണ ഭിത്തിയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ആൾക്കാരെ കടത്തിവിടാൻ പാകത്തിന് ഇപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ആ റൂഫൊക്കെ നിങ്ങൾ നോക്കണം. റൂഫും കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ കാണാൻ പറ്റും. ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് ദൂരം നോട്ടം എത്തുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വാച്ച് ടവറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ബാക്കി ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നമുക്ക് സംരക്ഷിതമായിട്ടുള്ള ഒരു കവാടമാണ്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് നിൽക്കുകയും ചെയ്യാം. അതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണത് പണിതിട്ടുള്ളത്. ഇതിൻ്റെ റൂഫാണിത്.
ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കമാനമാണ്. അത്യാവശ്യം നീളത്തിൽ അവിടെ വരെ പരന്ന് കിടക്കുന്ന ഒരു വലിയ സ്പേസാണ് കേട്ടോ അത്. ഇവിടെ അതിൻ്റെ തൊട്ട് പിറകിൽ മറ്റൊരു സംരക്ഷണ ഭിത്തി കാണാം. എന്തായാലും ഈ ഒരു സാധനം കാട് മൂടി കിടക്കുകയാണെങ്കിലും ഇപ്പോഴും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തെ വാച്ച് ടവറിലേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ആ വാച്ച് ടവർ. ഇത് കൃത്യമായിട്ട് വാച്ച് ടവർ എന്ന് തന്നെ വിളിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പൊക്കെ കാണില്ലേ, ഇതിലെങ്ങനെ ആൾക്കാർക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് ദൂരം കാണാം. ഇതിലെ ഗണ്ണൊക്കെ വെച്ചിട്ട് ശത്രുക്കളെ ഷൂട്ട് ചെയ്യാൻ പറ്റും. തോക്ക് വെക്കാൻ ഉള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നിൽക്കുന്ന ആൾ സേഫാണ്. ഈ ഒരു വിടവ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് പീരങ്കി വെക്കാനുള്ള സ്പേസാണ്. ഇതിലേ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അതാ ദൂരെയുള്ള യാത്രക്കാരൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഇതിലേ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണിൽ പെടാതെ അയാൾക്ക് പോകാൻ പറ്റില്ല. ഇത് ഇപ്പുറത്ത് വേറൊരു പീരങ്കി വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു എണ്ണം വലതുവശത്തും ഒരെണ്ണം ഇടതുവശത്തുമാണുള്ളത്. അപ്പോൾ എത്രത്തോളം സുരക്ഷയെ പരിഗണിച്ചിട്ടാണിത് പണിതെന്ന് നോക്കണം. ഇപ്പോഴും നമ്മൾ അത്യാവശ്യം മുകളിലാണ്. ഈ പാറയുടെ സൈഡിലൂടെയാണ് ഈ ഒരു വഴി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇനിയും താഴേക്ക് പോകാനുള്ള ഒരു പാത കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നടന്ന് നോക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് തന്നെ നല്ല രസമുള്ളൊരു കാര്യമാണ്. ഇത് ആ വാച്ച് ടവറിനോട് ചേർന്നിട്ട് ഒരു സംരക്ഷണ ഭിത്തിയും കാണാം. അതിങ്ങനെ താഴേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാവും. ഇതാണ് വാച്ച് ടവറിൻ്റെ ഇടതുവശത്തുള്ള ഒരു സംരക്ഷണ ഭിത്തിയും അവിടെ നിന്ന് ആൾക്കാർക്ക് വ്യൂ ചെയ്യാനുള്ള ഒരു ഗാലറി ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ ഒരു ഭംഗി. ദൂരെയുള്ള 1-2 മലകൾ ഇങ്ങനെ കാണാം. അവിടെ നിന്ന് താഴേക്കൂടെയുള്ള വഴികൾ, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളുടെ ആ ഒരു സുൽത്താൻ്റെ സമ്മർ പാലസ് സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗത്തൂടെ നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകൾ കണ്ടു. അപ്പോൾ അതിലേക്ക് കയറി നടക്കുകയാണ്. ഇതിലെ താഴേക്ക് നടക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. മഴക്കാലത്ത് നല്ല വഴുക്കുണ്ടാവുന്ന സ്ഥലമാണ്. എന്നാലും ഇപ്പോൾ സേഫായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള പാറകളൊക്കെയാണ്. കാട് പോലെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടിലെ കാടല്ല അത്. ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാടാണ്. മുള്ളും അതേപോലെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയ പക്ഷികളൊക്കെ ഇങ്ങനെ കായകളൊക്കെ തിന്ന് നടക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പടവുകളുടെ ആ ഒരു സ്വഭാവം മാറുന്നു. ഇതുവരെ ഒരു മതിലാണെങ്കിൽ ഇവിടേക്ക് ഒരു കുറ്റിയാണ്, ഒരു സംരക്ഷണ വേലി കെട്ടിയതുപോലെ ഉള്ള ചില കരിങ്കല്ലിൻ്റെ കുറ്റികൾ കാണാം. അതിനകത്ത് ഒരു ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒന്നുകിൽ ചങ്ങലയോ കയറോ അല്ലെങ്കിൽ കമ്പിയോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ കുറ്റികൾ മാത്രമേ ഉള്ളൂ. അതിനെ കണക്ട് ചെയ്തിരുന്ന ആ ഒരു ചങ്ങല അല്ലെങ്കിൽ കമ്പിയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതൊക്കെ കാലപ്പഴക്കത്തിൽ നശിച്ചു പോയതായിരിക്കും. പക്ഷെ എന്തായാലും ഈ ഒരു കല്ല് ഇങ്ങനെ നാട്ടി നിർത്തിയത് കാണാൻ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലൂടെ അതിങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മതിലും ഉണ്ട്. ഇവിടെയുള്ള മതിലൊക്കെ ഒരു പക്ഷേ ഇടിഞ്ഞു പോയതാവാം. ഒരുപാട് സ്റ്റെപ്പ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. സ്റ്റെപ്പുകൾ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം താഴെ എത്തി. നമ്മൾ കുറച്ചുകൂടി പച്ചിപ്പുള്ള സ്ഥലത്തെത്തി. നമ്മൾ വാഹനത്തിലൊന്നും വരുന്ന സമയത്ത് ഒരു കുന്നിൻ്റെ ഉയരമൊന്നും ശരിക്കും നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിങ്ങനെ നടന്നു പോകണം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തുന്നുണ്ടെന്നുള്ള കൃത്യധാരണ വരുള്ളൂ. എന്തായാലും ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴെ എത്തുമ്പോൾ നമ്മളൊരു പാറക്കെട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വാ അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു അമ്പലം പോലെയുള്ള ഒരു സ്ഥലം. എനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ ഒരു നടപ്പാതയിൽ ഇങ്ങനെ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറേ തൂണുകളൊക്കെ ഉള്ള ഒരു കെട്ടിടം കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറയോട് ചേർന്നിട്ടാണ് അത് പണിതിട്ടുള്ളത്. അതിന് മേൽക്കൂരയും കരിങ്കല്ല് തന്നെയാണ്, ചുമര് കരിങ്കല്ലാണ്, പിന്നെ ധാരാളം തൂണുകളുണ്ട്. ഇതിൻ്റെ ഒരു വശം ആ വലിയ പാറേനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വളരെ സേഫായിട്ടുള്ളൊരു സ്പേസാണ്. ഇതിലെ ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനും
അല്ലെങ്കിൽ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് അത് ചരിത്രകാരന്മാർക്കൊക്കെ അറിയണ്ടാവുള്ളൂ. എന്തായാലും ഇതിപ്പോഴും ഒരു കേടുപാടും ഇല്ലാതെ സുരക്ഷിതമായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ആ മേൽക്കൂരയുടെ ആ സ്ട്രക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അതിന് മുകളിൽ സിമെൻറ്റിൻ്റെ ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ വെള്ളമൊന്നും താഴേക്ക് ഒഴുകി വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനായിരിക്കും. എന്തായാലും ഇതിങ്ങനെ നമ്മൾ നടന്നു വന്ന വഴിയിൽ സൈഡിൽ അതിമനോഹരമായിട്ട് കിടക്കുന്നുണ്ട്. ആ വഴിയിലാണ് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കാടാണ്. ഇനിയും നമുക്ക് താഴേക്ക് പോകണം. വഴി ഇങ്ങനെ താഴേക്ക് കിടക്കുകയാണ്. നമ്മൾ നടന്ന് അവസാനം ആ ഒരു വഴിയുടെ എൻഡിലെത്തിയിട്ടുണ്ട്. ഈ ഒരു എൻഡ് പൊസിഷനിൽ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കവാടമാണ് കേട്ടോ. ആ കവാടത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്നുണ്ട്. ഇതൊരു കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർച്ചല്ല, കമാനമാണ്. കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കമാനമാണ്. ഇത് കാണാനാണ് ഇത്രയും നേരം നടന്നു വന്നതെന്ന് തന്നെ പറയണം. ഇതിപ്പോൾ കാടിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. എന്തായാലും ഈ കമാനത്തിൻ്റെ ഒരു ചുമരിൽ അല്ലെങ്കിൽ ആ തൂണിൽ ദേ ഒരു ദ്വാരപാലകൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ശില്പം കാണാം. ഒരു വശത്ത് ശിവലിംഗവും ഒരു നാഗത്താനിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റെപ്പുകൾ താഴേക്ക് വീണ്ടും തുടരുകയാണ്. ഇനി ആ വഴി കൂടി നടന്ന് നോക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷനും എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല. കാരണം തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന വഴി ഒക്കെ കണ്ട് തിരിച്ചു പോവാം. പക്ഷേ ഇതിൻ്റെ താഴേക്ക് ഇനിയും സ്റ്റെപ്പുകൾ കാണുന്നത് കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാവുക എന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അത് ശരിക്കും താഴേക്ക് തന്നെ എന്നെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങി താഴെ എത്തുന്ന സമയത്ത് നമ്മളെ കൂടുതൽ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ നോക്കിയേ, തൊട്ട് താഴെ ഞാൻ കാണുന്നത് ഒരു 2 നില കെട്ടിടമാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും വലിയതാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു നിലയിൽ താഴെ കരിങ്കല്ലിൻ്റെ ഒരു നിർമ്മിതി, അതിന് മുകളിലേക്ക് ഇഷ്ടിക കൊണ്ട് നമ്മളെ നാട്ടിൽ കാണുന്ന ഇഷ്ടികയല്ല, മെലിഞ്ഞ ഒരു ഇഷ്ടിക, അതും ഒരുപാട് പഴക്കമുണ്ട്. ആ ഇഷ്ടികയുടെ നിറമൊക്കെ കറുപ്പായിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷം മുന്നേ ആണ് അത് പണിതിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അത് നോക്കുന്ന സമയത്ത് ഒരു അമ്പലം പോലെ തന്നെ വ്യക്തമായിട്ട് കാണാം. അതിന് മുകളിലേക്കുള്ളൊരു മിനാരം, അതിന് ഉള്ളിൽ ഒരു കവാടമാണ് ഉള്ളത്. അതിൻ്റെ താഴെ ഒരു വലിയ നന്ദിയുടെ ശില്പം കാണാം. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാളയുടെ ശില്പമാണ്, നന്ദിദേവൻ്റെ ഒരു ശില്പമാണ്. ശിവൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വാഹനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് നന്ദി. ആ ഒരു സങ്കല്പമാണ്. ഇവിടെ വലിയൊരു അമ്പലം പോലത്തെ ഒരു കവാടമാണ് കാണുന്നത്. ഇതിൻ്റെ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതിലേക്ക് വെച്ച ഏറ്റവും വലിയ ഒരു സ്ട്രക്ചറാണിത്. ഇതും പാറകളുടെയൊക്കെ ഇടയിലാണ് ഉള്ളത്. നമ്മളത് താഴെ നിന്ന് നടന്ന് വരുന്ന വഴി ഇതുപോലൊരു നന്ദി രൂപം നമുക്ക് ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്ദിയുടെ സാധാരണ രീതിയിലുള്ള ഒരു ശില്പം അല്ല അത്. ഇതിവിടെ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു പാറക്കല്ല് നന്ദിയായിട്ട് രൂപകൽപ്പന ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു നന്ദി വിഗ്രഹമാണ്. ഇങ്ങനെയല്ല സാധാരണഗതിയിൽ അമ്പലങ്ങളിൽ നമ്മൾ നന്ദീനെ കാണാറ്. ഇതിവിടെ ആദ്യമേ ഉണ്ടായിരുന്ന ആ പാറേനെ നന്ദിയുടെ ആ ഒരു രൂപത്തിലേക്ക് ചെറുതായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കാലുകളൊക്കെ ഇങ്ങനെ, നന്ദിയുടെ തലയും ആ പൂഞ്ഞിയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുക ഇവിടെ മാത്രമാണ്. ഇത് വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് നന്ദി ഹിൽസിൽ നമ്മൾ ഇങ്ങനൊരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നത് പലപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ താഴേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഉള്ളൂ ഈ നന്ദീനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും ദൂരം നടന്നു വന്നത് ഈ ഒരു നന്ദിദേവനെ കാണാനാണ് എന്നുള്ളത് ശരിക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ശില്പം. ഏകദേശം 1-2 കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ആ നടന്നത് ഇവിടെ എത്തിയ സമയത്ത് ശരിക്കും
ശരിക്കും യൂസ്ഫുള്ളായി. എത്ര നമുക്ക് താഴെ എന്താ കാണാൻ ഉണ്ടായിരുന്നത് എനിക്ക് വലിയ ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ വന്ന സമയത്ത് ഈ നന്ദിയുടെ ശില്പം, അതിൻ്റെ ചുറ്റിലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കരിങ്കല്ലിൻ്റെ ഒരു കെട്ടിടം, ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു നന്ദിയുടെ ശില്പം ഉള്ളത് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഈ കവാടത്തിൽ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ കുന്ന് നന്ദി ഹിൽസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നന്ദി ഹിൽസിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ നന്ദിയുടെ ശില്പം, നന്ദിയുടെ ഈ കവാടം, ഇത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് നോക്കുക. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഈ ഹില്ല് ഇവിടെ മുതലാണ് ഈ സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാലാണ് ടിപ്പൂസ് ഡ്രോപ്പിലേക്ക് നമ്മൾ എത്തുക. അവിടെയാണ് ടിപ്പു സുൽത്താനിൻ്റെ സമ്മർ പാലസ് ഉള്ളത്. ആ ഹില്ലിൻ്റെ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ഈ താഴെ ഇങ്ങനെ ഒരു നന്ദിയുടെ ശില്പം ഉള്ള കാര്യം പലരും ശ്രദ്ധിക്കാറുണ്ടാവില്ല. കാരണം ഇതിലെ അധികം ആൾക്കാർ നടന്നു വരുന്നൊരു വഴിയല്ല, വളരെ റയറായിട്ട് മാത്രമേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതിൻ്റെ അറ്റത്തിൽ എത്തിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എന്തായാലും ഉണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ അതിൻ്റെ നേരത്തെ കണ്ട പോലത്തെ ഒരു കമാനം വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഇവിടെ ഉണ്ട്. ഇതുവരെയാണ് നമ്മളുടെ ഈ സ്റ്റെപ്പുകളുള്ളത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലെയും ആൾക്കാർ വരാനുള്ള സൗകര്യം, റോഡ് സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു വലിയ കുന്ന് നമുക്ക് കയറി പോകാനുണ്ട്. എന്തായാലും ഈ ഒരു നടത്തം, ഈ ഒരു യാത്ര, നന്ദിയെ കാണാൻ, നന്ദിയുടെ പ്രതിമ കാണാൻ പറ്റിയ ആ ഒരു നടത്തം, അത് അതിഗംഭീരമായിട്ടുണ്ട്. ദേ ആ അറ്റത്തെത്തി. സാധാരണ മുകളിലേക്ക് കയറി പോകാറാണ്, ഇത്തവണ താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇനി നമുക്ക് റോഡ് വഴി വേണമെങ്കിൽ ടൗണിലേക്കൊക്കെ പോവാം. പക്ഷേ എനിക്ക് എന്തായാലും തിരിച്ചു പോകേണ്ടി വരും. ഞാൻ മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് വേണം എനിക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്ദി ഹിൽസിലേക്ക് വരുന്ന സമയത്ത് ഇതിലെ നടന്ന് ട്രക്ക് ചെയ്ത് പോകാനുള്ളൊരു പാത കൂടി ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. ഇത് വളരെ റെയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഇതേപോലെയുള്ള യാത്രകളുമായിട്ട് ട്രാവൽ ഗുനിയ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ.